ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിന് ഞാൻ വിളിച്ചു കൊടുത്തിരിക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ നാമം അല്പം ചിന്തിക്കുവാൻ അടിയാൻ ആഗ്രഹിക്കുന്നു. ഹാലലുയ സ്തോത്രം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാൻ യേശുവിൻ്റെ വെളിപ്പാട്. ഹാലലുയ ആമേൻ സ്തോത്രം. ദൈവം തൻ്റെ ദൈവപുത്രൻ്റെ ചരിത്രം ഹാലലുയ ദൂതൻ മുഖേന അത് യോഹന്നാൻ്റെ കയ്യിൽ കൊടുത്ത് യോഹന്നാൻ ആശയിലെ 7 സഭകൾക്ക് ഹാലലുയ യോഹന്നാൻ പ്രസ്താവിക്കുന്നത്. ഹാലലുയ സ്തോത്രം. സ്വർഗത്തിൽ ആമേൻ സ്തോത്രം. 12-ാം അധ്യായം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു ആമേൻ സ്ത്രീ, അവളുടെ കാൽ കീഴും ചന്ദ്രനും അവളുടെ തല ആമേൻ സ്തോത്രം തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ആമേൻ. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു ഹല്ലേലൂയ നിലവിളിച്ചു. ആമേൻ. അവൾ ഗർഭിണിയായിരുന്നു. അവൾക്ക് ആ വേദന ആമേൻ ആ നോവുണ്ടായി. അവൾ വേദനപ്പെട്ടു ആമേൻ സ്വർഗത്തോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം ഹാലലുയ സ്വർഗത്തിൽ കാണായി. ആമേൻ 7 കൊമ്പും ആമേൻ സ്തോത്രം ഹാലലുയ സ്തോത്രം. തല ആമേൻ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുള്ള ആമേൻ 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 സ്തോത്രം രാജമുടിയുള്ള തീ നിറമുള്ള ഒരു മഹാസർപ്പം സ്വർഗത്തിൽ കാണായി. ഹാലലുയ സ്തോത്രം സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം. മഹാസർപ്പം അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഹാലലുയ ആ മഹാസർപ്പത്തിൻ്റെ വാൽ ആമേൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ച് ആമേൻ ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഹാലലുയ സ്തോത്രം ഹാലലുയ സ്തോത്രം സ്തോത്രം. ആമേൻ പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നും ആമേൻ അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. ആമേൻ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ അവൾ ആമേൻ പ്രസവിച്ചു. ഹാലലുയ സ്തോത്രം. ആമേൻ കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും ആമേൻ പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഹാലലുയ ആ കുഞ്ഞ് ആമേൻ ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് ആ കുഞ്ഞിനെ പെട്ടെന്ന് എടുത്തു. ഹാലലുയ സ്തോത്രം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടി. ഹാലലുയ അവിടെ അവളെ 1200 ആമേൻ 250 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ടായി. സ്ഥലം അവൾക്കുണ്ട്. ഹാലലുയ 1250 ദിവസം പോറ്റേണ്ട ഒരു സ്ഥലം അവൾക്കുണ്ടായിരുന്നു. ഹാലലുയ ഹാലലുയ സ്തോത്രം. അവളുടെ കുഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സിംഹാസനത്തിലേക്ക്. ഹാലലുയ അവളെ 1250 ദിവസം പോറ്റേണ്ടതിന് ഹാലലുയ സ്തോത്രം ദൈവം അവൾക്ക് ഒരു സ്ഥലം ആമേൻ ഒരുക്കിയിട്ടുണ്ട്. ഹാലലുയ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖയേലും ആമേൻ സ്തോത്രം അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ഹാലലുയ ആ മഹാസർപ്പത്തോട് സ്വർഗത്തിൽ കണ്ട ആ മഹാസർപ്പത്തോട് മിഖയേലും ഹാലലുയ അവന്റെ ദൂതന്മാരും ആമേൻ സ്വർഗത്തിലേക്ക് പടവെട്ടി. ഹാലലുയ സ്തോത്രം ഹാലലുയ ആമേൻ ജയിച്ചില്ലാതാനും. ആമേൻ സ്വർഗത്തിൽ അവളുടെ ആമേൻ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ആമേൻ സ്തോത്രം അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഹാലലുയ ആമേൻ സ്വർഗത്തിൽ പിന്നെ അവരുടെ സ്ഥലം കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയേണ്ട പിശാചും സാത്താനും ആമേൻ എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ആമേൻ ഭൂമിയിലേക്ക് ഹാലലുയ 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 തള്ളിക്കളഞ്ഞു. ഹാലലുയ ആ സർപ്പത്തെ ആ സാത്താനെയും പിശാചിനെ ആമേൻ ഭൂമിയിലേക്ക് ആമേൻ മിഖയേലും ദൂതന്മാരും തള്ളിക്കളഞ്ഞു. ഹാലലുയ സ്തോത്രം ഹാലലുയ സ്തോത്രം. ആമേൻ തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ഹാലലുയ ആമേൻ സ്തോത്രം. അവന്റെ ദൂതന്മാരെയും ആമേൻ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ
ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സഹോദരന്മാരെ, ആമേൻ, സ്തോത്രം, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവൻ കുഞ്ഞാട്ടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം അവൻ ഹേതുവായിട്ടും ജയിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. മരണപര്യന്തം ആമേൻ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആമേൻ ആനന്ദിപ്പിൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആ പിശാചിനെ ഹല്ലേലൂയ തള്ളിയിട്ടു. അത് ഹല്ലേലൂയ, സ്തോത്രം. അതിനെ പിന്നെ ആമേൻ മറ്റൊന്നിനെയും തൊടുവാൻ ഹല്ലേലൂയ കുഞ്ഞാട്ടിന്റെ രക്തം ഹേതുവായിട്ടും താങ്കളുടെ സാക്ഷ്യവചനം ആമേൻ ഹേതുവായിട്ടും ജയിച്ചു. ആ ദൈവത്തിന്റെ കുഞ്ഞാട് ഹല്ലേലൂയ യേശു എന്ന ആ കുഞ്ഞാട്ടിന്റെ രക്തം ആമേൻ ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം അവളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നതുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പനേരമേയുള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോട് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പിശാച് അല്പനേരത്തേക്കുള്ളൂ, എന്നാൽ അത് സഹിച്ചു നിൽക്കുവാൻ ആമേൻ അത് ജയിച്ചെടുക്കുവാനുള്ള കഴിവ് ഹല്ലേലൂയ സ്തോത്രമുള്ളവന് എന്നേക്കും ആമേൻ ആമേൻ സ്വർഗത്തിൽ വസിപ്പാനുള്ള ആമേൻ സ്തോത്രം. ആമേൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പനേരമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോട് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പറന്നു പോകേണ്ടതിനും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആമേൻ വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. ആ സ്ത്രീക്ക് ആ സ്ഥലത്തേക്ക് പറന്നു പോകുവാനുള്ള തന്റെ സ്ഥലത്തേക്ക് പോകുവാൻ ആമേൻ കഴുകിന്റെ 2 ചിറക് അവൾക്ക് ലഭിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കലവും ഇരുക്കലവും അരക്കലവും പോറ്റി രക്ഷിച്ചു. ഹല്ലേലൂയ. ആ സ്ഥലത്ത് അവളെ ഒരിക്കലവും അരക്കലവും ഇരുക്കലവും പോറ്റി അവളെ ആ ദിവസങ്ങളിൽ പോറ്റി. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്നും നദി പോലെ വെള്ളം ചാടിച്ചു. ആമേൻ സ്തോത്രം. ആ സർപ്പം ആമേൻ സർപ്പത്തിന്റെ ഉള്ളിൽ നിന്നും ആമേൻ ആ സ്ത്രീയെ നദിയാൽ ഒഴുക്കിക്കളയുവാൻ ആ സർപ്പം ആമേൻ വാ തുറന്ന് വെള്ളം ചാടിച്ചു. എന്നാൽ ആ വെള്ളത്തെ ഭൂമി ഹല്ലേലൂയ വാ പിളർന്നു ഭൂമി കുടിച്ചിറക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. സർപ്പം സ്ത്രീയെ ഒരുക്കേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്നും നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്നു വീണിക്കളഞ്ഞു. ഹല്ലേലൂയ. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ആമേൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവകൽപ്പന ആമേൻ പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മഹാസർപ്പം ആമേൻ സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും ആമേൻ യേശുവിന്റെ ആമേൻ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആ ദൈവത്തിന്റെ സാക്ഷ്യത്തിനായി ആമേൻ ഒരുങ്ങുന്ന ഓരോ വ്യക്തിയുടെ മേലും ആ മഹാസർപ്പം പടവെട്ടുവാനായി ഹല്ലേലൂയ സ്തോത്രം ശേഷിച്ചിരിക്കുന്ന സന്തതിയുടെ മേൽ ഹല്ലേലൂയ ആമേൻ യുദ്ധം ചെയ്യുവാൻ ആ മഹാസർപ്പം പുറപ്പെട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആമേൻ കടൽപ്പുറത്തെ മടലിന്മേൽ നിന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മിഖായേലും ദൂതന്മാരും ആ മഹാസർപ്പത്തോട് പടവെട്ടി. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ യുദ്ധം ഉണ്ടായി. ഹല്ലേലൂയ. ആ മിഖായേലും ആമേൻ ദൂതന്മാരും ആ മഹാസർപ്പത്തോട് പടവെട്ടി. ആമേൻ. മഹാസർപ്പത്തിന്റെ വാൽ
ഹാലലിയ 1/3 നക്ഷത്രങ്ങളെ ആമേൻ ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഹാലലിയ ആ യുദ്ധത്തിൽ നിന്നും ഹാലലിയ ആമേൻ അതിന് ജയിക്കുവാൻ കഴിഞ്ഞില്ല. ഹാലലിയ സ്തോത്രം. ആ സ്ത്രീയെ പോറ്റേണ്ടതിന് ഒരിക്കലവും ഇരുക്കലവും അരക്കലവും പോറ്റി അവളെ രക്ഷിച്ചു. ഹാലലിയ സ്തോത്രം. ഹാലലിയ ആമേൻ. ഇന്ന് ഈ ലോകത്തും ഹാലലിയ സർവ്വജനത്തിന്റെ മേലും അപ്പൊ ആ സ്തോത്രം. ഹാലലിയ ആ വൈശാചിക മേഖല കടന്നു വരുമ്പോൾ ഹാലലിയ സ്തോത്രം അനേകരുടെ ഉള്ളങ്ങളെ ആമേൻ ആമേൻ സ്തോത്രം അപഹരിച്ച് ആമേൻ ആമേൻ ദുഷ്പ്രവൃത്തിയിലേക്ക് ഹാലലിയ നഗരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആമേൻ സ്തോത്രം പടവെട്ടുമ്പോൾ ഹാലലിയ സ്തോത്രം. ഹാലലിയ ആമേൻ. പ്രിയമുള്ള ജനമേ, മാനസാന്തരപ്പെട്ട് ആമേൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ഹാലലിയ വാഞ്ചയുള്ളവരായി തീരുവാൻ ഹാലലിയ നിങ്ങളെ ദൈവം ആമേൻ വിളിക്കുന്നു. അതിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് ആമേൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് അത് ദൈവത്തോട് ചേരുക. ഹല്ലേലൂയ. യേശു വരാറായി. ആമേൻ. അവൻ വീണ്ടും വരും. നമുക്കായി കടന്നു വന്നു. ആമേൻ. നമ്മുടെ സർവരുടെയും പാവങ്ങളെ തന്നെത്താൻ കാൽവരിയിൽ യാഗമായി. എന്നാൽ ആമേൻ അവൻ ആമേൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. വീണ്ടും ജീവനുള്ളവരും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ആമേൻ യേശു കടന്നു വരാറായി. ഈ അന്ത്യനാളിൽ ഹാലലിയ ദൈവത്തെ അറിഞ്ഞ് സേവിച്ച് ദൈവസന്നിധിയിൽ ആമേൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആമേൻ ഈ ലോക ജീവിതം അല്പനേരത്തേക്കേ ഉള്ളൂ. ഹാലലിയ സ്തോത്രം. ഇത് നമുക്ക് ശാശ്വതമല്ല. എവിടെ നമ്മൾ ആമേൻ ദൈവത്തിന്റെ പാദപീഠമാകുന്നു. ഹാലലിയ അതിന് നമ്മൾ അല്പനേരത്തേക്ക് ആമേൻ വിശ്രമിക്കുന്നുവെങ്കിലും ഹാലലിയ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ അടുക്കലെത്തുവാൻ ഹാലലിയ ദൈവം നൽകിയ ആത്മാവ് ആമേൻ ദൈവത്തിന്റെ അടുക്കലെത്തുവാൻ ഓരോ ജനത്തെ ദൈവം ആമേൻ സ്തോത്രം ഹാലലിയ വചനത്തിൽ കൂടെ ആമേൻ ആമേൻ മനസ്സിലാക്കിക്കുന്നു. ഹാലലിയ സ്തോത്രം. ദൈവീയദാസന്മാരിൽ കൂടെ ഹാലലിയ ദൈവീയ മക്കളിൽ കൂടെ ആമേൻ വചനം ഹാലലിയ ആമേൻ മാറ്റമില്ലാത്ത വചനം ഹാലലിയ പുറപ്പെടുന്നു. ഹാലലിയ ജീവൻ ചൈതന്യത്തോടും ഹാലലിയ ആ വചനം നമ്മുടെ അടുക്കലെത്തുന്നു. ഹാലലിയ ആമേൻ. നാം അത് സ്വീകരിക്കുക. ഹാലലിയ ആമേൻ സ്തോത്രം. ആ രക്ഷിതാവിനെ സ്വീകരിക്കുക. ജീവനുള്ളതാകുന്നു. ഹാലലിയ ആമേൻ. ആ ജീവനുള്ള ദൈവം നമ്മെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹാലലിയ ആമേൻ സ്തോത്രം. ഇത്ര നേരം ദൈവത്തിന്റെ വചനങ്ങളെ മറ്റുമില്ലാത്ത വചനങ്ങൾ ആമേൻ സ്തോത്രം പറയുവാൻ ഹാലലിയ യേശുവിന്റെ വെളിപ്പാട് ഹാലലിയ സ്തോത്രം അറിയിപ്പാൻ കർത്താവ് ഹാലലിയ സ്തോത്രം. ഹാലലിയയെ ആമേൻ 2 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും മരിച്ചവരെ അക്ഷരായി ഉയർത്തുകയും ജീവനുള്ള നാം രൂപാന്തരം പ്രാപിപ്പാൻ ഹാലലിയ ആമേൻ ആ സ്വർഗമേഖങ്ങളിൽ എടുക്കപ്പെടുക. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവന് നിത്യാഗ്നിക്കിരയാകുമ്പോൾ ഹാലലിയ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കണ്ടവരെ ദൈവമേൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഹാലലിയ ബാക്കിയുള്ളവരെ ആമേൻ കത്തുന്ന തീപ്പൊയ്യൽ വലിച്ചെറിയുന്നതായി ദൈവത്തിന്റെ വചനം ഹാലലിയ വെളിപ്പാട് ആമേൻ നമ്മെ വസ്ത്രമായി പഠിപ്പിക്കുന്നു. 21-ാം അധ്യായത്തിൽ ഹാലലിയ സ്തോത്രം. ഹാലലിയ ആമേൻ സ്തോത്രം. അല്പസമയം ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.